ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടോ. ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റതാണ്. സാധാരണ ഞാൻ 4:45 ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. ഇന്നിപ്പോൾ ഞാൻ 4:30 ആയപ്പോൾ എഴുന്നേറ്റു. വേഗം തന്നെ പോയി കുളിച്ച് പല്ലൊക്കെ തേച്ച് റെഡിയായി വന്നു. അപ്പോൾ എൻ്റെ കണ്ണാണെങ്കിൽ നമ്മൾ ഈ ഉറക്കം മതിയാവാണ്ടിരിക്കും കണ്ണിനൊരു അങ്ങനെ ഒരു വീർത്തിട്ട് തടിപ്പ് പോലെ വരില്ലേ, അങ്ങനെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ ഈ ഐസ് തുണിയിൽ പൊതിഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ണിന് ചുറ്റും ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മാറും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക, ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം തന്നെ ഞാൻ റെഡിയായി ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. എൻ്റെ വാച്ച്, എൻ്റെ ID കാർഡ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും മറന്നില്ലെങ്കിലും ഞാൻ ID കാർഡും ഫോണും എടുക്കും കേട്ടോ. അത് രണ്ടും മറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ID കാർഡും ഫോണും എന്തായാലും എടുക്കും. പിന്നെ ചാർജറും. പിന്നെ ഫുഡൊക്കെ ഉണ്ടാവും, രാവിലെ കഴിക്കാനുള്ള ഫുഡൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ദിവസങ്ങളിലൊന്നും കൊണ്ടുപോകില്ല. അവിടെ ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കും. ഞാൻ പോകുന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ. നല്ല മഞ്ഞുള്ള സമയത്ത് ഫുള്ള് മഞ്ഞായിരിക്കും. അപ്പോൾ ഒന്നും റോഡേ കാണാൻ പറ്റില്ല. അതുപോലെ മഞ്ഞ് മൂടി കിടക്കും. കാരണം അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വശത്തായിട്ട് ഫുൾ പാടമാണ്. അപ്പോൾ ഈ പാടത്തിന് നടുക്ക് കൂടിയാണ് ഈ വഴിയുള്ളത്. അതുകൊണ്ട് നല്ല മഞ്ഞായിരിക്കും. പിന്നെ എന്നും പോകുമ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഇതായി പോകുന്ന ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എന്തോരം ദൂരം പോയാലും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. വേറെ ആരൊക്കെ നമ്മൾ ഇട്ടിട്ട് പോയാലും ആ ഒരു ഇത് മാത്രം നമ്മൾ ഇട്ടിട്ട് പോകില്ല. നമ്മൾ എവിടെ പോയാലും കൂടി ഉണ്ടാവും, അവരുള്ള ദിവസം കേട്ടോ. ഞാനപ്പോൾ ഇത് മെയിൻ റോഡ് കയറി കേട്ടോ. മെയിൻ റോഡ് കയറി കഴിഞ്ഞാൽ ഫുള്ള് വെട്ടവും ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെ. ഏത് രാത്രിയായാലും ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ ഫുള്ള് ആൾക്കാരും വണ്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള ഇതുണ്ടാവില്ല. പക്ഷെ ഞാൻ പോകുന്ന വഴി, എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പോകുന്ന വഴിയൊക്കെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഗ്രാമപ്രദേശമല്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് കുറേ നടക്കാനുണ്ട്. കുറച്ച് ദൂരം അങ്ങ് അറ്റം വരെ നടന്ന് എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാലും ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറി കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവും കുറേ നടക്കാൻ. ഇപ്പം ഞാൻ ചെക്കിങ്ങിൻ്റെ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, എത്തിയിട്ടില്ല. അതോ കുറേ ദൂരം ഉണ്ട്. പാർക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇനി നടന്നതിന് അവിടെ എത്തിയിട്ട് ചെക്കിങ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെക്കിങ്ങിൻ്റെ ആ ഭാഗത്തുനിന്ന് നമുക്ക് ക്യാമറയൊന്നും ഫോണൊന്നും എടുത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ എത്തുമ്പോൾ എന്തായാലും ഫോൺ എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ ID കാർഡൊക്കെ കാണിച്ച് ചെക്കിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിനകത്ത് കേട്ടോ. അപ്പോൾ അത് കയറിയിട്ട് കാണിക്കാവേ.